പ്രതിജ്ഞ എടുത്തതുപോലെ നരകത്തിന്റെ കവാടം തുറന്ന് ഇറാൻ. വെള്ളിയാഴ്ച പുലർച്ചെ ടെഹ്റാനിൽ ഉൾപ്പെടെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പ്രതികാരമായി ഇറാന്റെ മിസൈൽ ആക്രമണം. ടെലവീവിൽ ഉൾപ്പെടെ നൂറുകണക്കിന് മിസൈലുകളാണ് പെയ്തിറങ്ങിയത്. ഇതോടെ ഇരു രാജ്യങ്ങളും യുദ്ധസമാന അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടി ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വരാനിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി. ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമം ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അദ്ദേഹം ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയെന്നാണ് വിവരം. നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിംഗ് ഓഫ് സിയോൺ 2 ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് വെളിപ്പെടുത്താത്ത കേന്ദ്രത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. വെള്ളിയാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 70-ൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപം ഇറാന്റെ മിസൈൽ പതിച്ചു. വൻ സ്ഫോടനവും കെട്ടിടത്തിൽ തീപിടുത്തവും ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ യുഎസുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി. ഈ സാഹചര്യത്തിൽ യുഎസുമായുള്ള ചർച്ച അർത്ഥശൂന്യമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഖി പ്രതികരിച്ചു. ഇറാനെതിരായ ആക്രമണത്തിൽ യുഎസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണെന്നും യുഎസ് അനുമതിയില്ലാതെ ഇസ്രായേൽ ആക്രമണം നടക്കില്ലെന്നും ബാഖി ആരോപിച്ചു. ഇസ്രായേലിന്റെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു. 70-ലധികം ആളുകൾക്ക് പരിക്ക് ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിനടുത്ത് നേരിട്ട് മിസൈൽ പതിച്ചതോടെ വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടായതായും വിവരമുണ്ട്. ഇസ്രായേൽ ഫൈറ്റർ ജെറ്റ് ഇറാൻ വെടിവെച്ചിട്ടതായി തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളും ട്വിറ്റർ വഴി പുറത്തുവിട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവനായ ഹൊസൈൻ സലാമി ഉൾപ്പെടെയുള്ള സൈനിക ഉദ്യോഗസ്ഥരും അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുൻ തലവൻ ഫരീദുൻ അബ്ബാസി ഉൾപ്പെടെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇറാൻ ആരോപിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ നശിപ്പിക്കാൻ എത്ര ദിവസം വേണമെങ്കിലും ആക്രമണം തുടരുമെന്നായിരുന്നു വെള്ളിയാഴ്ച നെതന്യാഹുവിന്റെ ഭീഷണി. ഇറാനിയൻ ഭരണകൂടത്തിന്റെ കൈകളിലെ കൂട്ടനശീകരണ ആയുധങ്ങൾ ഇസ്രായേലിനും മുഴുവൻ ലോകത്തിനും ഒരുപോലെ ഭീഷണിയാണെന്നും ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു ഭരണകൂടത്തെ വൻ നശീകരണ ആയുധങ്ങൾ കൈവശം വെക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന IDF പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ പകച്ചെങ്കിലും വെള്ളിയാഴ്ച തന്നെ 100ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെലവീവ് ലക്ഷ്യമാക്കി എത്തിയത്. ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്ത് പല മിസൈലുകളും ടെലവീവിൽ പതിച്ചു. അവിടെ നിന്നും വരുന്ന ചിത്രങ്ങൾ പ്രകാരം പല കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. ജെറുസലേമിലും ടെലവീവിലും വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാത്രിയാണ് ഇറാൻ മിസൈൽ ആക്രമണം തുടങ്ങിയത്. 100ഓളം മിസൈലുകൾ വന്നുവെന്നും അവയിൽ മിക്കതും തങ്ങൾക്ക് തടയാനോ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റാനോ സാധിച്ചില്ല എന്നുമാണ് ഒരു ഇസ്രായേലി സൈന്യ വക്താവ് പറഞ്ഞതായി ദി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പല ഇറാൻ മിസൈലുകളും ഇസ്രായേലിന്റെ ബഹുതല പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി ടെലിവിഷനിൽ കൂടി നടത്തിയ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിലെ ആക്രമണം നടക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സായുധ സേന ഈ ദുഷ്ടശത്രുവിന് കനത്ത പ്രഹരമേൽപ്പിക്കും എന്നായിരുന്നു ഖൊമൈനിയുടെ പ്രതിജ്ഞ. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ അവരുടെ തന്നെ നാശം ആയിരിക്കുമെന്നും മുന്നറിയിപ്പ് ഖൊമൈനി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് കുതിച്ചത്. ഇറാൻ ഇസ്രായേലിന് കഠിനമായ ശിക്ഷ തന്നെ നൽകുമെന്നായിരുന്നു ഖൊമൈനി വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അവരുടെ റവല്യൂഷണറി ഗാർഡിനെ പുതിയ മേധാവിയായി ചുമതലയേറ്റ മുഹമ്മദ് പക്സൂറും അതേ ഭീഷണി തന്നെയാണ് മുഴക്കിയത്. ഹൊസൈനി സലാമിയെ വെള്ളിയാഴ്ച ഇസ്രായേൽ വത്സേനെ തുടർന്നാണ് അടിയന്തര നിയമനമായി പക്സൂർ ചുമതലയേറ്റത്. മിഡിൽ ഈസ്റ്റ് ഒരു നീണ്ട യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണെന്ന മുന്നറിയിപ്പോടെ പക്സൂർ ഉയർത്തിയ ഭീഷണി വാക്കുകൾ വലിയ പ്രത്യാഘാതം വിളിച്ചു വരുന്നതാണ്. നരകത്തിന്റെ കവാടം തുറക്കുകയാണെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇറാനെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേൽ കൂടുതൽ പ്രതികാരദാഹികളായി മാറിയിരിക്കുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കറ്റ്സ് ആരോപിക്കുന്നത്. ചുവപ്പ് വര ഇവർ കടന്നിരിക്കുന്നു. ഇറാൻ ഇതിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. പ്രതിരോധ മന്ത്രി ഭയപ്പെടുകയാണ്. ഇറാന്റെ ആരോപണവും ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങൾക്കിടയിലാണ് മിസൈലുകൾ ഇട്ടതെന്നായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് തുടരും.
അതേസമയം തന്നെ ഖൊമൈനി ഭരണകൂടം അവരുടെ ഹീനമായ പ്രവർത്തികൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഉറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി. ഏതായാലും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ സങ്കീർണമായ സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാകും. പശ്ചിമേഷ്യയിലെ ആകെ സമാധാന അന്തരീക്ഷത്തിന് കളങ്കം വരുത്തിയിരിക്കുന്ന ഇത്തരം ഇടപെടലുകളിൽ നിന്നും തടയുന്നതിന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉടൻ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വലിയൊരു ലോക യുദ്ധത്തിലേക്കാകും കാര്യങ്ങൾ നീങ്ങുക.